ചിത്രോദയം സ്നാപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. നമസ്കാരം ഏട്ടാ. നമുക്കിന്ന് പൂച്ചൽ ഖാദറിന്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. വളരെയധികം പ്രഗത്ഭരായ ആൾക്കാരോടൊപ്പം ഒരു അവാർഡ്. എന്ത് തോന്നി ഈ നിമിഷം? സന്തോഷം. അദ്ദേഹത്തിന്റെ പേരിൽ അവാർഡ് വെരി പ്രസ്റ്റീജിയസ്. അപ്പം അതിന്റെ യൂത്ത് ഐക്കൺ അവാർഡ് കിട്ടുന്ന വലിയ കാര്യം. അപ്പം അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇത്രയും പേരിൽ ഇത്രയും അവാർഡ്സിന്റെ കൂടെ നമ്മളെ ഉൾപ്പെടുത്തിയില്ലേ. യൂത്ത് ഫീനിക്സിലെ പെർഫോമൻസിനാണ് അവരങ്ങനെ തന്നിരിക്കുന്നത്. അതും വലിയ സന്തോഷം. ഇനി അടുത്ത് വരുന്ന പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇനി ഇറങ്ങാനുള്ളത് 100 ഷാജി കൈലാസ് സാറിന്റെ സിനിമയാണ്. ത്രായവ് എന്നൊരു സിനിമയുണ്ട്, ഖജരാവ് ഡ്രീംസ്, അങ്ങനെ 3-4 സിനിമ ഇറങ്ങാനുണ്ട്. ഞാനും ഭാവന ചെയ്തൊരു സിനിമയുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു അഭിറാം സുരേഷിന്റെ തൻ്റെ ഒരു സിനിമയാണ്. അതൊരു ത്രൂ ഔട്ട് ഫൈറ്റ്സ്, അതിന്റെ പ്രിപ്പറേഷനിലായി. നമുക്ക് ചെറുപ്പകാലത്ത് തന്നെ കേട്ട് അല്ലെങ്കിൽ ഗാനങ്ങൾ പൂച്ചൽ ഖാദർ കേട്ട് വളർന്ന കണ്ടു വളർന്ന ആൾക്കാർ. കുറച്ച് കേട്ടാ വളർന്നത്. അച്ഛൻ ഇങ്ങനെ കേട്ടാ വളർന്നത്. മൈ വൈഫ് ഇസ് എ സിംഗർ. അപ്പം അവൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. മാഡം, ഈ ഒരു പൂച്ചൽ ഖാദർ ഒരു ഗാനരചയിതാവാണ്. നിങ്ങളെയൊക്കെ ഒരുപാട് ഇൻസ്പിറേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു നിമിഷം ഹസ്ബൻഡിന് ഒരു അവാർഡ് കിട്ടും? വളരെ സന്തോഷം. ഫസ്റ്റ് ടൈം ഫീനിക്സിന് കിട്ടുന്ന ഒരു അംഗീകാരം കൂടെ ആയതുകൊണ്ട് ഒരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാൻ? എല്ലാവരും സിനിമയെ സ്നേഹിക്കുന്ന, സീരിയലിനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ മീഡിയ അത് വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും, ഈ ഒരു അവാർഡ് കിട്ടുന്ന എല്ലാവർക്കും എൻ്റെ കൺഗ്രാറ്റ്സ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓഡിയൻസ് ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അവരാണ് പ്രയോറിറ്റി. അവരെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ എല്ലാത്തിനും നന്ദി. എല്ലാം കൂടെ ഉണ്ടാവണം, പ്രാർത്ഥനയുണ്ട്. ആക്ട്രസ് ടിങ്കിൾ ജോബി നമ്മോടൊപ്പം ഉണ്ട്. മികച്ച പ്രതിനായിക്കുള്ള പൂച്ചൽ ഖാദർ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തെ എങ്ങനെ കാണുന്നു? വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പൂച്ചൽ ഖാദർ സാറിന്റെ പേരിലുള്ള ഒരു അവാർഡിന് അർഹയായതിൽ സന്തോഷമുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ വളർന്നു വരുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ ഒരു ജൂറി എന്നെ സെലക്ട് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് വിപിൻ ആറ്റ്ലി ഡയറക്റ്റ് ചെയ്ത ഹോംലി മീൽസ്, ബെൻ, ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ എന്നീ സിനിമയ്ക്ക് ശേഷം മ്യൂസിക്കൽ ചെയർ, ഈ സിനിമയ്ക്ക് ശേഷം വിപിൻ ആറ്റ്ലി ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് പൊമ്പിളയൊരുമ. അപ്പോൾ പൊമ്പിളയൊരുമയിൽ കഥാപാത്രത്തിനാണ് എനിക്ക് മികച്ച പ്രതിനായികയ്ക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം വിപിൻ ചേട്ടനോടും അതിൻ്റെ ക്രൂവിനോടും ഒക്കെ, കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരോടും സന്തോഷം. ഓക്കെ, നമ്മൾ ഇനി അടുത്തൊരു പ്രോജക്റ്റ് എന്തൊക്കെയാണ്? ഇനി റിലീസ് ആവാനായിട്ടുള്ളത് ക്യാപ്റ്റൻ വെള്ളം എന്നീ മൂവികൾക്ക് ശേഷം പ്രജേഷൻ ഡയറക്റ്റ് ചെയ്ത, ആസിഫ് അലി ഹീറോ ആയിട്ടുള്ള ഹൗഡിനി എന്ന് പറഞ്ഞ സിനിമയാണ്. അതിലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതുപോലെ അനുറാം അനുചേട്ടൻ ഡയറക്റ്റ് ചെയ്ത മറുവശം എന്ന് പറഞ്ഞ മൂവിയിൽ അഭിനയിച്ചു. അതുപോലെ ഹീറോയിനായിട്ട് ചെയ്തൊരു പടമുണ്ട്. അതും ഈ 3 പടങ്ങൾ, അതുപോലെ ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ, അത് വിപിൻ ആറ്റ്ലിയാണ് ഡയറക്റ്റ് ചെയ്തത്. ഈ 4 പടങ്ങളാണ് എനിക്ക് ഇനി റിലീസ് ആവാനുള്ള പ്രോജക്റ്റുകൾ.